ഹലോ ഗായ്സ്, ഞങ്ങൾ കോഴിക്കോട് നിന്ന് മൂകാംബിക വരെ പോയ കഥ പറയാൻ വന്നതാണ്. എന്തിനാ മൂകാംബിക പോയേ? നമ്മളെ ഋത്തിമോക്ക് അരിയിൽ എഴുതാൻ. അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ട് അമ്മയും ഋതിയും അനനിയും സൂര്യയും വാപ്പാപ്പനും പാപ്പിയും എല്ലാവരും കൂടി ഞാനും ഉണ്ട് കേട്ടോ. ഞങ്ങൾ 12:15 ട്രെയിനിന് കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറുകയാണ്. തത്കാൽ ടിക്കറ്റാണ് എടുത്തത്. അങ്ങനൊരു സ്ലീപ്പർ ടിക്കറ്റിൽ ഞങ്ങൾ പോവുകയാണ് മൂകാംബികയ്ക്ക്. 12:15 ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ രാവിലെ 7:15 അവിടെ എത്തുന്നത്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ള ട്രെയിൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗായ്സ്. അവിടെ എത്തിയ പാടെ തന്നെ രാവിലെ ഞങ്ങളൊരു ടാക്സി വിളിച്ചു. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂകാംബികയ്ക്ക് പോകാനായിട്ടുള്ള ടാക്സിയാണ്. ടാക്സിയിലൊരു 1 hour പോകാനായിട്ടുണ്ട്. നമ്മൾ ഫാമിലി ഇത്രയും പേരുള്ളതല്ലേ, ബസ്സൊക്കെ കയറിയിട്ട് നമുക്ക് പോകാൻ പറ്റും. പക്ഷേ ലഗേജൊക്കെ ഉള്ളതുകൊണ്ട് ടാക്സി വിളിച്ചു. നിങ്ങളും പോവുകയാണെങ്കിൽ നിങ്ങളൊരു 6 പേര് അല്ലെങ്കിൽ 5 പേരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സി വിളിക്കുന്നതായിരിക്കും ബെറ്റർ. റൂമിൻ്റെ റേറ്റ് ഞാൻ പറയാം. 2 മണിക്കൂറിലേക്ക് 1000 രൂപയാണ് റൂമിൻ്റെ റേറ്റ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ 2 മണിക്കൂർ കൊണ്ട് വേഗം കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോവുകയാണ്. ഇതാണ് റൂം വന്നിട്ടുണ്ടായിരുന്നത് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. സീസൺ ടൈമൊന്നുമല്ല, ഓണത്തിൻ്റെ ദിവസം ഞങ്ങൾ പോയത്. ഇത് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഫോട്ടോസാണേ. അമ്പലത്തിൽ ഞങ്ങൾ ഋതിക്ക് അരിയിൽ എഴുതിച്ചു. ഋതീനെ അമ്മയാണ് അരിയിലൊക്കെ എഴുതിച്ചത്. അങ്ങനെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴാണെങ്കിൽ നല്ല മഴ പെയ്തു കേട്ടോ ഗൈസ്. അങ്ങനെ മഴയത്ത് ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്ത് പോയി തൊഴുത് ഋതിയുടെ ആദ്യാക്ഷരം കുറിക്കലാണ്. നിങ്ങൾ ഈ പരിപാടിയൊക്കെ ഉണ്ടാവും. ഇവിടെ സീസൺ വൈസിലൊന്നുമല്ല, മൂകാംബികയിൽ ഏത് ദിവസം പോയി കഴിഞ്ഞാലും അരിയിൽ എഴുതാം. ഇത് ഞങ്ങളുടെ നേർച്ചയായിരുന്നു. അങ്ങനെ നേർച്ചയെല്ലാം കഴിഞ്ഞ് മഴയൊന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തൊഴുതൊക്കെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മഴയത്ത് നനഞ്ഞിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. അടുത്ത് നമ്മൾ എവിടേക്കാണ് പോകുന്നത്? എവിടെയാണ്? മുരുടേശ്വരം. അങ്ങനെ ഗൈസ്, ഞങ്ങൾ മുരുടേശ്വരത്ത് എത്തിയിട്ടുള്ള വീഡിയോസാണ് ഇതൊക്കെ. എൻ്റെ കൂടെ ഉള്ള ഈ ഭൂതക്കുട്ടി ഏതാണ്? ഋത്തിക്കുട്ടി. ഋതീൻ്റെ മുഖം കാണിച്ചു തരാം കേട്ടോ. ഋതിയും ഞാനും എടുത്ത ഫോട്ടോസാണ്. എന്താ ഋതി? മുരുടേശ്വരത്തേക്ക് നമ്മുടെ മൂകാംബികയിൽ നിന്ന് ഒരു ബസ് കയറാനുണ്ട്. മൂകാംബികയിൽ നിന്ന് ഏതെങ്കിലും മുരുടേശ്വരം ഡയറക്റ്റ് ബസ് കിട്ടുവാണെങ്കിൽ അങ്ങനെ കയറിയിട്ട് വരാം. അല്ലെങ്കിൽ ഒരു ബസ് കയറി അവിടുന്ന് പിന്നെ അടുത്ത ബസ് മാറി കയറേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മുരുടേശ്വരത്തെത്തി. ഒരു 2 hours ഉണ്ടാവും മുരുടേശ്വരത്ത് നിന്ന് മൂകാംബിക ടു മുരുടേശ്വരം. അവിടെ നിന്ന് എടുത്ത ഫോട്ടോസാണ്. ഇത് മൂകാംബികയിൽ നിന്ന് എടുത്ത ഫോട്ടോസാണ്. ട്രഡീഷണൽ വെയറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മൂകാംബികയിൽ നിന്നായിരുന്നു. മുരുടേശ്വരം ഒരു കടൽ തീരത്തുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ സീ ഫുഡൊക്കെ കുറച്ച് കിട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫ്രൈഡ് റൈസൊക്കെയാണ് കഴിച്ചത്. പിന്നെ മുരുടേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ശരിക്കും അവിടെ എൻജോയ് ചെയ്യുമായിരുന്നു. ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൊരു റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് 3 മണിയൊക്കെ ആകുമ്പം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഈവനിങ് 6 മണി വരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എൻജോയ് ചെയ്യുമായിരുന്നു. നമ്മുടെ ഇവിടുത്തെ പോലത്തെ ക്രൗഡോ ഒന്നുമല്ല, ഒരു ഗ്രാമത്തിൻ്റെ നടുക്കാണ് റെയിൽവേ. പിന്നെ ട്രെയിനും സൂപ്പറായിരുന്നു. ട്രെയിനിൽ ഫുള്ള് ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ ഫാമിലി മാത്രം. ട്രെയിനും സൂപ്പറായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് ഗായ്സ്. മൂകാംബിക വ്ലോഗ് കഴിയുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമാണ്. മാത്രമല്ല, എല്ലാവരും വീഡിയോൻ്റെ തുടക്കത്തിൽ പറയുന്നൊരു കാര്യം ഞാൻ ലാസ്റ്റിൽ കൊണ്ട് പറയുവാണ്. എന്തായാലും നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഗായ്സ്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.